കാർത്തിക് വണ്ടി റോഡരികിലേക്ക് മാറ്റി നിർത്തി. ഗൗരിയുടെ മുഖത്തെ മൗനവും അവൾ ഒതുങ്ങിയിരിക്കുന്ന രീതിയും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഗൗരി, നമ്മൾ അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടിയാണല്ലോ ഈ യാത്ര തുടങ്ങിയത്. നിനക്ക് യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങാം. അതല്ല, അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ യാത്ര തുടരണം എന്നാണെങ്കിൽ നമുക്കിവിടെ എവിടെയെങ്കിലും കുറച്ചു നേരം വണ്ടി നിർത്തിയിടാം. അല്പനേരം കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. നിനക്ക് എന്താണ് സൗകര്യം? ഈ യാത്രയിൽ നിനക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? ഗൗരി കാർത്തികിനെ ഒന്ന് നോക്കി. അവളോടുള്ള കരുതൽ അവൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഒരു വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ബന്ധത്തിൽ കാർത്തികിന്റെ ഇത്തരം പെരുമാറ്റങ്ങൾ തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന് അവൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന ലാഘവത്തോടെ അവൾ മറുപടി നൽകി. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാർത്തികേട്ടാ. അമ്മയുടെ ആഗ്രഹമല്ലേ, അത് നമ്മൾ നിറവേറ്റണം. ഏതായാലും ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങിയതല്ലേ, അത് ഇനി നമ്മൾ മുടക്കണ്ട. നമുക്ക് ക്ഷേത്രത്തിലേക്ക് തന്നെ പോകാം. അവൾ യാത്ര തുടരാൻ സമ്മതിച്ചതിൽ കാർത്തികിന്റെ മനസ്സിൽ ഒരു സന്തോഷം നിറഞ്ഞു. അവൻ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. ഗൗരി പുറത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. താൻ ഈ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ഒപ്പമില്ലാത്ത ഒന്നിലും അമിതമായി ആഗ്രഹിക്കരുത് എന്ന് അവൾ സ്വയം ഓർമ്മിപ്പിച്ചു. കുടുംബക്ഷേത്രത്തിന്റെ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് കാർ വന്നു നിന്നു. വലിയ ആൽമരങ്ങളും ക്ഷേത്രക്കുളവും നിറഞ്ഞ ആ പരിസരത്ത് എത്തിയപ്പോൾ ഗൗരിയുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമ തോന്നി. കാർത്തിക് വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. ഗൗരിയും പുറത്തിറങ്ങിയെങ്കിലും അവൾ കുറച്ച് അകലം പാലിച്ചു നിന്നു. ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ അവർ ഇരുവരും ഒരുമിച്ച് കൈകൂപ്പി നിന്നു. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഗൗരിയുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ തിരമാലകൾ പോലെ ഉയർന്നു വന്നു. ഭഗവാനെ, എത്ര വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ ആദ്യമായി ഈ അമ്പലപ്പടി ചവിട്ടിയത്. പക്ഷേ ജീവിതം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. ഇതൊരു താൽക്കാലിക ബന്ധമാണെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. ഒന്നും എനിക്ക് സത്യമല്ലെന്ന് തിരിച്ചറിയാൻ ഇത്രയും സമയമെടുത്തല്ലോ ഭഗവാനെ. അവളുടെ ഉള്ളിൽ വിങ്ങൽ ഉയർന്നു. എങ്കിലും ആ ചിന്തകളെ മനഃപൂർവ്വം അവൾ അകറ്റി നിർത്തി. അതേസമയം തൊട്ടടുത്ത് കണ്ണുകൾ അടച്ചു പിടിച്ച് നിൽക്കുന്ന കാർത്തികിന്റെ മനസ്സിൽ മറ്റൊരാഗ്രഹമായിരുന്നു. ഭഗവാനെ, ഇവളിപ്പോൾ അനുഭവിക്കുന്ന ഈ നിശബ്ദതയും ഉള്ളിലെ അസ്വസ്ഥതയും ഞാൻ കാണുന്നുണ്ട്. സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ്. ഇവളുടെ മനസ്സിലെ വിഷമങ്ങളും ഭയവും ഒക്കെ മാറി മുഖത്ത് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാക്കാൻ എനിക്ക് കഴിയണം. എൻ്റെ കൂടെയുള്ള ഈ സമയം ഇവൾക്ക് ഒരു നല്ല ഓർമ്മയായിരിക്കണം. ഇവളെ എപ്പോഴും സന്തോഷത്തോടെയും സുരക്ഷിതയായും കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കരുത്തു നൽകണേ. പ്രാർത്ഥന കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയപ്പോൾ പൂജാരി പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. കാർത്തികിനെ കണ്ടതും അദ്ദേഹം സന്തോഷത്തോടെ വിശേഷങ്ങൾ തിരക്കി. കാർത്തികേ, മോനെ സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാർത്തിക് വിനയത്തോടെ തലയാട്ടി. അല്പം കഴിഞ്ഞ് പൂജാരിയുടെ ശ്രദ്ധ ഗൗരിയിലേക്ക് നീണ്ടു. മോന്റെ കൂടെയുള്ളത് സഹധർമ്മിണിയാണല്ലേ? നല്ല ജോഡിയാട്ടോ. മോനൊത്ത നല്ല ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. ആ മുഖത്തൊരു പ്രത്യേക ഐശ്വര്യമുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും കാണാൻ തന്നെ നല്ല ചേലുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദീർഘസുമംഗലിയായി വാഴട്ടെ. പൂജാരിയുടെ വാക്കുകൾ കേട്ട് ഗൗരി തല താഴ്ത്തി നിന്നു. പൂജാരിയുടെ അനുഗ്രഹം കേൾക്കുമ്പോൾ ഗൗരിയുടെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം നിറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ് പിരിഞ്ഞു പോകേണ്ടവളാണ് താനെന്നും ഈ അനുഗ്രഹമൊന്നും താൻ അർഹിക്കുന്നില്ലെന്നും അവൾക്ക് തോന്നി. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അവൾ ശാന്തയായി നിന്നു. എന്നാൽ ആ നിമിഷം കാർത്തിക് ഗൗരിയെ അല്പനേരം നോക്കി നിന്നു. അവിടെ നിന്ന് അവർ പുറത്തേക്ക് നടക്കുമ്പോൾ കാർത്തികിന്റെ മുഖത്ത് വലിയൊരു തെളിച്ചമുണ്ടായിരുന്നു. എന്നാൽ ഗൗരി ഒരു കൂട്ടം ചിന്തകളുടെ നടുവിലാണെന്ന പോലെ നിശബ്ദയായി അവനോടൊപ്പം നടന്നു. കാർത്തിക് ഗൗരിയെയും കൂട്ടി അടുത്തുണ്ടായിരുന്ന ഒരു നല്ല ബേക്കറിയിലേക്ക് പോയി. അവിടുത്തെ ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ ഗൗരിയുടെ മനസ്സിൽ വല്ലാത്തൊരു വികാരമായിരുന്നു. അച്ഛൻ മരിച്ച ശേഷം അവളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ഒരു തടവറ പോലെയായിരുന്നു. ഇളയമ്മയുടെ ക്രൂരമായ പെരുമാറ്റവും നിയന്ത്രണങ്ങളും അവളെ എല്ലാ സന്തോഷങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. പുറം ലോകം കാണാൻ പോലും അനുവദിക്കാതെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അവളെ തളച്ചിട്ട ആ നാളുകൾ അവൾ ഓർത്തു. പെട്ടെന്നൊരു ദിവസം കാർത്തികിന്റെ കൂടെ ഇങ്ങനെയൊരു യാത്ര വരാൻ സാധിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. തനിക്കായി സമയം ചിലവഴിച്ച് തന്നെ പരിഗണിച്ച ഒരാൾ കൂടെയുണ്ട് എന്ന ചിന്ത അവളിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം നിറച്ചു. അവൾ ആലോചനയിൽ മുഴുകിപ്പോയി. ഗൗരിയുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ച കാർത്തിക് സാവധാനം അവളുടെ കൈകളിൽ ഒന്ന് തട്ടി വിളിച്ചു. ഗൗരി, എന്തുപറ്റി? എവിടെയോ മരവിച്ചു നിൽക്കുകയാണല്ലോ. കാർത്തികിന്റെ ആ സ്പർശനത്തിൽ ഗൗരി പെട്ടെന്ന് നെട്ടി. അവൾ ചുറ്റുമുള്ള ലോകത്തേക്ക് മടങ്ങിയെത്തി. അല്പനേരം മുമ്പ് മനസ്സിൽ നിറഞ്ഞ സന്തോഷം പെട്ടെന്ന് മാഞ്ഞുപോയതുപോലെ അവൾക്ക് തോന്നി. ഒന്നുമില്ല കാർത്തികേട്ടാ, ഞാൻ വെറുതെ ഓരോന്ന്. കാർത്തിക് സംശയത്തോടെ അവളെ നോക്കിയെങ്കിലും
കൂടുതലൊന്നും ചോദിച്ചില്ല. അവൻ അവളോട് ജ്യൂസ് കുടിക്കാൻ ആംഗ്യം കാണിച്ചു. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് അവർ ബീച്ചിലേക്ക് യാത്ര തിരിച്ചു. തിരമാലകളുടെ ഇരമ്പലും കടൽക്കാറ്റും ഗൗരിയുടെ മനസ്സിലെ ഭാരത്തിന് അല്പം ആശ്വാസം നൽകി. കടൽ തീരത്ത് അവർ കുറച്ചുനേരം നിശബ്ദരായി നടന്നു. തിരമാലകൾ കാലിൽ തൊട്ടു തലോടുന്ന ആ നിമിഷങ്ങളിൽ കാർത്തിക്കിന് ഗൗരിയോട് വല്ലാത്തൊരടുപ്പം തോന്നി. അവളോട് എന്തെങ്കിലും സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ഗൗരിയുടെ മൗനം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ബീച്ചിലെ തിരക്കുകൾക്കിടയിൽ അവർ അല്പനേരം മാറി നിന്ന് കടലിലേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് പരിചിതമായ ഒരു രൂപം അവരുടെ അടുത്തേക്ക് വരുന്നത് കാർത്തിക് ശ്രദ്ധിച്ചത്. അത് മീനു ആയിരുന്നു. കാർത്തിക്കിനെ കണ്ടതും അവൾ അവരുടെ അടുത്തേക്ക് വന്നു. കാർത്തിക്! മീനുവിന്റെ ശബ്ദം കേട്ടതും കാർത്തിക്കിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഗൗരി അത്ഭുതത്തോടെ കാർത്തിക്കിനെയും മീനുവിനെയും മാറി മാറി നോക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. കാർത്തിക് മീനുവിനെ നോക്കുക പോലും ചെയ്തില്ല. അവളുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ ദേഷ്യം അടക്കിക്കൊണ്ട് അവൻ ഗൗരിയുടെ കയ്യിൽ പിടിച്ചു. ഗൗരി, നമുക്ക് പോകാം. അവന്റെ ശബ്ദത്തിലെ മൂർച്ച ഗൗരിയെ അമ്പരപ്പിച്ചു. ഒന്നും ചോദിക്കാതെ അവൾ അവനോടൊപ്പം വേഗത്തിൽ നടന്നു. മീനു എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും കാർത്തിക് അതൊന്നും ശ്രദ്ധിച്ചില്ല. ഗൗരിയെ വേഗത്തിൽ കാറിൽ ഇരുത്തിയ ശേഷം അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ദൂരേക്ക് പായുമ്പോഴും ഗൗരിയുടെ മനസ്സ് നിറയെ ചോദ്യങ്ങളായിരുന്നു. ആരാണ് പെൺകുട്ടി? എന്തുകൊണ്ടാണ് കാർത്തികേട്ടൻ അത്രയും ദേഷ്യപ്പെട്ടത്? അവൾ കാർത്തികിനെ ഒന്ന് നോക്കി. അവന്റെ മുഖം ഇപ്പോഴും ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ബീച്ചിലെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൻ വീടെത്തുന്നത് വരെ ഒന്നും മിണ്ടിയില്ല. വണ്ടി അമിത വേഗതയിൽ ഓടിച്ച് വീട്ടുമുറ്റത്ത് കൊണ്ടെത്തിച്ച കാർത്തിക് ഗൗരിയെ പോലും ശ്രദ്ധിക്കാതെ ദേഷ്യത്തോടെ കാറിൽ നിന്നിറങ്ങി. ശേഷം ദേഷ്യത്തിൽ വീടിന്റെ വാതിൽ തുറന്ന് മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി. കാർത്തിക്കിന്റെ ആ അപ്രതീക്ഷിതവും കൂടുതൽ ദേഷ്യം നിറഞ്ഞതുമായ പെരുമാറ്റം കണ്ട് ഗൗരി അമ്പരന്നു പോയി. മനസ്സിൽ നിറയെ ചോദ്യങ്ങളും ഭയവുമായി അവൾ സാവധാനം അകത്തേക്ക് കയറി. കാർത്തിക് ഇത്രയും ദേഷ്യത്തോടെ മുകളിലേക്ക് പോകുന്നത് കണ്ട് ഹാളിലിരുന്ന ശാരദാമ്മയും ദിയയും ഞെട്ടിപ്പോയി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ അവർ ഗൗരിയെ അടുത്തേക്ക് വിളിച്ചു. ഗൗരി, എന്താ മോളെ ഇത്? കാർത്തിക് എന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ടു വരുന്നത്? നിങ്ങൾ പോയ യാത്രയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ശാരദാമ്മയുടെ സ്വരത്തിൽ ആശങ്ക അധികരിച്ചു. ദിയയും ആകാംക്ഷയോടെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. അതെ ഗൗരി ചേച്ചി, പോകുമ്പോൾ വല്ലാത്ത സന്തോഷത്തിലായിരുന്നല്ലോ. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഗൗരി ഒന്നും പറയാനാവാതെ നിന്ന നിൽപ്പിൽ അന്തം വിട്ടുപോയി. ആ പെൺകുട്ടിയുടെ പേര് പോലും അവൾക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ശാരദാമ്മയോട് മറുപടി പറയുക? എനിക്കറിയില്ല അമ്മേ. ക്ഷേത്രത്തിൽ നിന്നും വന്ന് ബേക്കറിയിൽ ജ്യൂസ് കുടിച്ച് ബീച്ചിൽ പോയതായിരുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് ആരോ വന്ന് സംസാരിച്ചതിന് ശേഷം കാർത്തികേട്ടന് വല്ലാത്ത ദേഷ്യം വന്നു. ഞാനൊന്നും ചോദിച്ചില്ല. ഗൗരിയുടെ മറുപടി കേട്ടതും ശാരദാമ്മയുടെയും ദിയയുടെയും മുഖത്ത് അമ്പരപ്പും സംശയവും നിറഞ്ഞു. ആരാണെന്ന് പോലും മോൾക്കറിയില്ലേ? അവൻ കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ആദ്യമായിട്ടാ? ശാരദാമ്മ വീണ്ടും ചോദിച്ചു. ഇല്ലമ്മേ, എനിക്കറിയില്ല. ബീച്ചിൽ വെച്ച് അപ്രതീക്ഷിതമായി ഏതോ ഒരു പെൺകുട്ടി വന്ന് കാർത്തികേട്ടനെ വിളിച്ചു. പക്ഷേ അവളെ കണ്ടതും കാർത്തികേട്ടൻ്റെ മുഖം മാറി. അവൾ ചോദിച്ചതൊന്നും ശ്രദ്ധിക്കാതെ എന്നെയും കൂട്ടി ദേഷ്യത്തിൽ അവിടുന്ന് പോന്നു. ഇവിടെ എത്തുന്നത് വരെ കാർത്തികേട്ടൻ എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ല. ആ പെൺകുട്ടിയെക്കുറിച്ച് അമ്മയ്ക്ക് വല്ലതും അറിയാമോ? കാർത്തികേട്ടൻ ഇത്രയും ദേഷ്യം വരാൻ മാത്രം ആരാണ് അവൾ? ഗൗരിയുടെ ചോദ്യം കേട്ടതും ശാരദാമ്മയുടെ മുഖത്ത് പെട്ടെന്നൊരു മാറ്റം വന്നു. അവർ ദിയയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു മടിയും ഒപ്പം പേടിയും ദേഷ്യവും ഉണ്ടായിരുന്നു എന്ന് ഗൗരിക്ക് തോന്നി. ശാരദാമ്മ അല്പനേരം ഒന്നും മിണ്ടാതെ നിന്നു. ആ മൗനം ഗൗരിയുടെ ഉള്ളിലെ ആകാംക്ഷ വർദ്ധിപ്പിച്ചു. അമ്മയ്ക്ക് ആ കുട്ടിയെ അറിയാമോ? ഗൗരി വീണ്ടും ചോദിച്ചു. ഗൗരി, മോൾ ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട. കാർത്തിക് ദേഷ്യം കുറഞ്ഞ് താഴേക്ക് വരട്ടെ, നമുക്ക് അപ്പോൾ നോക്കാം. മോളും പോയി ഒന്ന് ഫ്രഷ് ആകൂ. അവർ കാര്യം ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗൗരിക്ക് മനസ്സിലായി. ആ പെൺകുട്ടിയുടെ പേര് പറയുന്നതിൽ നിന്ന് അവർ ബോധപൂർവം ഒഴിഞ്ഞു മാറുകയാണ്. ഗൗരി കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ലെങ്കിലും കാർത്തികിന്റെ മൗനത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ടെന്ന് അവൾക്കുറപ്പായി. മനസ്സിൽ നിറയെ ആദ്യമായി അവൾ മെല്ലെ മുകളിലെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. കാർത്തിക് ഓഫീസിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു സുഭദ്രയും അഞ്ജനയും. വണ്ടി ഗേറ്റിന് മുന്നിൽ നിർത്തിയപ്പോൾ അവർ പരസ്പരം നോക്കി ചിരിച്ചു. മോളെ അഞ്ജനെ, ഇപ്പോൾ അവൻ വീട്ടിൽ കാണില്ല. നമുക്ക് ധൈര്യമായി കയറാം. വീട്ടിലേക്ക് കയറി വന്ന അവർ ശാരദാമ്മയെയും ദിയയെയും നോക്കി ചിരിച്ചു. ഗൗരി അടുത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ശാരദാമ്മ അവരെ മാന്യമായി തന്നെ സ്വീകരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഭദ്രയെ? ഓ, സുഖമായിരിക്കുന്നു ശാരദാമ്മേ. നിങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സുഭദ്രേ, ഇപ്പോൾ സുഖമായി വരുന്നു.
അല്പനേരം സാധാരണ രീതിയിൽ വർത്തമാനങ്ങൾ നീണ്ടുനിന്നു. അതിനിടയിൽ ശാരദാമ്മ അടുക്കളയിലുള്ള കല്യാണിയമ്മയെ വിളിച്ചു. കല്യാണിയമ്മേ, സുഭദ്രക്കും അഞ്ജനക്കും നല്ല ചൂട് ചായ എടുക്കൂ എന്ന് നിർദ്ദേശിച്ചു. എന്നാൽ കാർത്തിക് ദേഷ്യത്തോടെ മുകളിലേക്ക് പോയതും ബീച്ചിൽ വെച്ച് നടന്ന സംഭവങ്ങളും ശാരദാമ്മയെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. മനസ്സ് വല്ലാതെ നീറുന്നത് കൊണ്ട് അവർക്ക് സുഭദ്രയോട് സംസാരിച്ചിരിക്കാൻ കഴിയുന്നില്ല. കുറച്ചുനേരം വെറുതെ വർത്തമാനം പറഞ്ഞ ശേഷം, സുഭദ്രേ, നിങ്ങൾ മോളോട് സംസാരിച്ചിരിക്കെ, എന്ന് ഞാനൊന്ന് പോയി കിടക്കട്ടെ, എനിക്കെന്തോ വല്ലാത്തൊരു സുഖക്കുറവ് തോന്നുന്നു. അത് പറഞ്ഞ് ശാരദാമ്മ ദിയയെ കൊണ്ട് റൂമിലേക്ക് ആക്കിച്ചു. ശാരദാമ്മ റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ സുഭദ്രയുടെ മുഖത്ത് ഒളിച്ചു വെച്ച ഒരു ചിരി വിരിഞ്ഞു. ശാരദാമ്മ പോയത് തനിക്ക് കിട്ടിയ വലിയൊരു അവസരമായാണ് സുഭദ്ര കണ്ടത്. ശാരദ പോയത് നന്നായി. എനിക്കും ഇത് തന്നെയായിരുന്നു വേണ്ടത്. ഗൗരിമോളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെയെങ്കിലും അവനെ മയക്കി കാര്യങ്ങൾ നേടിയെടുക്കണം. കാർത്തിക് ഇല്ലാത്ത ഈ സമയം അതിന് ഏറ്റവും അനുയോജ്യമാണ്, സുഭദ്ര മനസ്സിൽ വിചാരിച്ചു. സുഭദ്ര എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഗൗരി ആ അവസരം മുതലെടുത്തു. ഏറെ നാളായി ഉള്ളിൽ കിടന്ന് തിളക്കുന്ന വേദനയും ദേഷ്യവും അവൾ പുറത്തേക്ക് വിട്ടു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ സുഭദ്രയുടെ നേരെ തിരിഞ്ഞു. ഇളയമേ, നിങ്ങളെ ഞാൻ സ്വന്തം അമ്മയെ പോലെയല്ലേ കണ്ടത്? എന്നിട്ടാണോ ഇളയമേ എന്നോട് ഈ ക്രൂരത ചെയ്തത്? ഈ കരാർ വിവാഹമാണെന്ന് ഇളയമയും അറിഞ്ഞിട്ടാണോ എന്നെ ഈ വീട്ടിലേക്ക് തള്ളിയിട്ടത്? എൻ്റെ ജീവിതം വെറുമൊരു കച്ചവടമായി മാറിയപ്പോൾ ഇളയമയ്ക്ക് ഒന്നും തോന്നിയില്ലേ? ഗൗരിയുടെ ചോദ്യം കേട്ടതും സുഭദ്ര അല്പം ഒന്ന് പതറി. ഉള്ളിലൊരു ചെറിയ വിറയൽ അനുഭവപ്പെട്ടെങ്കിലും അവർ അത് പുറത്ത് കാണിച്ചില്ല. അയ്യോ, ഇവള് ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നപ്പോൾ തിരിച്ച് എന്നോടാണല്ലോ ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവൾ. സുഭദ്ര മനസ്സിൽ ചിന്തിച്ചു. ഉടനെ തന്നെ സുഭദ്ര തൻ്റെ മുഖഭാവം മാറ്റി. മുഖത്തൊരു കള്ളത്തര സങ്കടം വരുത്തി കണ്ണുകളിൽ അല്പം നനവ് ഒളിപ്പിച്ച് അവർ ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. മോളെ ഗൗരി, നീ എന്താ ഈ പറയുന്നത്? നിന്നെ ഞാൻ സ്വന്തം മകളെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഗൗരിക്ക് സംശയം അടങ്ങുന്നില്ലായിരുന്നു. അവൾ സുഭദ്രയുടെ അടുത്തേക്ക് വന്ന് വീണ്ടും ചോദിച്ചു. ഇളയമേ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ പേപ്പറുകളിൽ ഞാൻ എങ്ങനെയാണ് സൈൻ ചെയ്തത്? അതൊന്നും ഇളയമയ്ക്ക് അറിയില്ലേ? അയ്യോ, ഇവളോട് സത്യം പറഞ്ഞാൽ കാര്യം നടക്കില്ല. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ ഞാൻ വന്ന കാര്യം പാതി വഴിയിൽ മുടങ്ങും. എങ്ങനെയെങ്കിലും ഇവളെ വിശ്വസിപ്പിച്ച് കാര്യങ്ങൾ എൻ്റെ വഴിക്ക് കൊണ്ടുവരണം. ഇവളുടെ കൈവശമുള്ള ആ സ്വർണ്ണാഭരണങ്ങൾ അഞ്ജനയ്ക്ക് ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. കാർത്തികിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ കെണിയിൽ നിന്നും ഞങ്ങളെ ഊരിത്തരാൻ പറയണം. സുഭദ്ര മനസ്സിൽ ചിന്തിച്ചു. ഗൗരിയുടെ കണ്ണുകളിലെ സംശയം മാറ്റാൻ സുഭദ്ര കൂടുതൽ സ്നേഹം അഭിനയിച്ചുകൊണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ മോളെ ഗൗരി, നീ എന്നെ സംശയിക്കുകയാണോ? അന്ന് ആ വക്കീൽ ഓഫീസിൽ നടന്നതൊക്കെ ഒരു മയക്കത്തിലോ എന്ന പോലെയായിരുന്നു എനിക്കും. അവർ തന്ന പേപ്പറുകളിൽ ഒപ്പിടാൻ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചാണ്. അത് ഇങ്ങനെയൊരു കെണിയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മോളെ. സത്യം. അഞ്ജനയും കൂട്ടുപിടിച്ചു. അതെ ചേച്ചി, അമ്മയ്ക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല. എല്ലാം ആ വക്കീലും കാർത്തികേട്ടനും കൂടി പ്ലാൻ ചെയ്തതാ. അതുകൊണ്ടാ ചേച്ചി ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നത്. കാർത്തികേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ ചേച്ചിക്ക് മാത്രമേ പറ്റൂ.